എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു നോമ്പ് കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ചെറിയൊരു തീർത്ഥയാത്ര കൂടി ആയാലോ. കുരിശിന്റെ വഴിയിലൂടെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു പകുതി ദിവസം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു തീർത്ഥയാത്ര. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങൾ 14 ദേവാലയങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് പൂർത്തിയാക്കുന്ന തീർത്ഥയാത്ര. അതായത് കുരിശിന്റെ വഴിയുടെ 1-ാം സ്ഥലം ഒരു ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച്, 2-ാം സ്ഥലം അതിന് തൊട്ടടുത്തുള്ള ഒരു ദേവാലയത്തിലേക്ക് ചെന്ന് പ്രാർത്ഥിച്ച്, അങ്ങനെ 14 സ്ഥലങ്ങളും 14 വ്യത്യസ്ത ദേവാലയങ്ങളിൽ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് തീർക്കുന്ന ഒരു തീർത്ഥയാത്ര. ഇത്തരത്തിൽ പശ്ചിമോച്ചയിലെ പുരാതനവും ചരിത്രപരമായ പ്രാധാന്യവുമുള്ള 14 പള്ളികൾ, അതായത് ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, തോപ്പുംപടി, പള്ളുരുത്തി, മുണ്ടംവേലി, ഇടക്കൊച്ചി, അരൂർ, ചന്ദ്രൂർ എന്നീ സ്ഥലങ്ങളിലെ 14 ദേവാലയങ്ങളിലെ യാത്രയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഈ വീഡിയോയിലൂടെ ഞാനൊരു തീർത്ഥയാത്ര നടത്തുന്നു എന്നതിനേക്കാൾ ഉപരി കൊച്ചിയിലുള്ള നിങ്ങൾക്ക്, അല്ലെങ്കിൽ കൊച്ചിയിൽ വന്ന ഇത്തരത്തിൽ ഒരു തീർത്ഥയാത്ര നടത്താൻ താല്പര്യമുള്ള നിങ്ങൾക്ക് ഒരു 14 സ്ഥലങ്ങൾ കവർ ചെയ്യാൻ, 14 ദേവാലയങ്ങൾ കവർ ചെയ്യാൻ എത്ര സമയമെടുത്തു എന്നുള്ളതും എത്ര ദൂരം നിങ്ങൾ സഞ്ചരിക്കേണ്ടി വരുന്നു എന്നുള്ളതും, ഒരേ ട്രാക്കിൽ അതായത് ഒരു വഴിയിൽ തന്നെ 14 ദേവാലയങ്ങൾ എങ്ങനെ സജ്ജീകരിച്ച് ഒറ്റ യാത്രയിൽ 14 സ്ഥലങ്ങളിൽ എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുക. അപ്പോൾ നമ്മുടെ കുരിശിന് വഴിയുടെ ഈ യാത്ര ആരംഭിക്കുന്നത് ഫോർട്ട് കൊച്ചി സാന്റാക്രൂസ് ബസലിക്കയിൽ വെച്ചാണ്. യാത്ര അവസാനിക്കുന്നത് ചന്ദ്രൂരുള്ള സെന്റ് മേരീസ് ചർച്ചിൽ വെച്ചാണ്. അപ്പോൾ നമുക്ക് യാത്ര ആരംഭിക്കാം. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കയ്യിലാണി പഴുതുകൾ കടി അവൻ മേഘാരൂഢനായി മാറി, ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, 1000 സൂര്യനെ വെല്ലുന്ന ശോഭയെ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, 1000 സൂര്യനെ വെല്ലുന്ന ശോഭയെ. കയ്യിലാണി പഴുതുകൾ കടി അവൻ മേഘാരൂഢനായി മാറി, ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ.
ജില്ലയിലെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച ഈ തീർത്ഥയാത്ര നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂരാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് കയറിയെങ്കിലും ഇതെല്ലാം കൊച്ചി രൂപതയുടെ കീഴിൽ വരുന്ന ദേവാലയങ്ങളാണ്. ഈ തീർത്ഥയാത്ര പൂർത്തിയാക്കാൻ ഏകദേശം നമ്മൾ 27 കിലോമീറ്ററോളം യാത്ര ചെയ്തു. അതിന് ഏകദേശം നമുക്ക് 27 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 1 മണിക്കൂർ മതിയെങ്കിൽ ഇവിടെ നമ്മൾ 14 പള്ളികൾ കയറി ഇറങ്ങാനും അതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും എല്ലാം കൂടി കൂട്ടി നമുക്ക് ഒരു 1.5 മണിക്കൂർ പ്രതീക്ഷിക്കാം. ഇനി ഇതുപോലെ തന്നെ 14 പള്ളികളിൽ നമ്മൾ പ്രവേശിച്ചപ്പോൾ ഒരു പള്ളിയിൽ ഏകദേശം 20 മിനിറ്റ് വെച്ച് നമുക്ക് ചിലവഴിക്കേണ്ടി വന്നു. 20 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ സമയമാണ്. 20 മിനിറ്റ് വെച്ച് 14 പള്ളികളിൽ ഏകദേശം 4.5 മണിക്കൂർ നമുക്ക് വേണ്ടി വന്നു. അങ്ങനെ ഈ 4.5 മണിക്കൂറും നമ്മുടെ യാത്രയുടെ 1.5 മണിക്കൂറും ചേർത്ത് 6 മണിക്കൂറാണ് നമുക്ക് ഈ തീർത്ഥയാത്രയ്ക്കായിട്ട് വേണ്ടി വന്ന സമയം. നമ്മുടെ കൂടെ പ്രായമായവരും അല്ലെങ്കിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് സമയം കുറച്ച് കൂടുതലും വന്നേക്കാം കേട്ടോ. അതുമാത്രമല്ല, ഇത് കൂടാതെ നമ്മുടെ യാത്ര ആരംഭിച്ച ഫോർട്ട് കൊച്ചി പള്ളിയിലേക്കുള്ള നമ്മുടെ വീട്ടിൽ നിന്നുള്ള ദൂരവും അതുപോലെ യാത്ര അവസാനിപ്പിച്ച ചന്തിരൂർ പള്ളിയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരവും കൂടി ചേർത്തെങ്കിൽ മാത്രമേ നമ്മുടെ യാത്രയ്ക്ക് പൂർണ്ണമായി എത്ര സമയം വേണ്ടി വന്നു, എത്ര ദൂരം ചെലവഴിച്ചു എന്നുള്ള കൂടി നമുക്ക് കണക്കൂട്ടാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച് ചന്തിരൂരാണ് അവസാനിപ്പിച്ചതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചന്തിരൂരിൽ നിന്ന് ആരംഭിച്ച് ഫോർട്ട് കൊച്ചിയിൽ അവസാനിപ്പിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് ചെല്ലാനം കണ്ണമാലി ഭാഗത്തേക്ക് ഉള്ള ആ ഭാഗത്തുള്ള പള്ളികൾ വേണമെങ്കിൽ അങ്ങനെ ഉൾപ്പെടുത്താം. കുമ്പളങ്ങി ഭാഗത്തേക്കുള്ള പള്ളികൾ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഉൾപ്പെടുത്താം. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ ടാസ്ക് വരുന്നത് ഒരേ ട്രാക്കിൽ 14 പള്ളികൾ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റൂട്ടിലേക്കുള്ള പള്ളികൾ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു യാത്ര നമ്മൾ ആ ഭാഗത്തേക്ക് പള്ളികൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ ഈ നോമ്പ് കാലത്ത് ഇത്തരത്തിലൊരു തീർത്ഥയാത്ര നടത്താൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തേക്കാം. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് ഉപകാരപ്രദമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നോമ്പ് കാലത്തിൻ്റെയും ഈസ്റ്ററിൻ്റെയും എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി.